ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് ചിങ്ങമാസം 6-ാം തീയതി, അതായത് 2016 ഓഗസ്റ്റ് മാസം 22-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് 26 നാഴിക രേവതിയും ബാക്കി അശ്വതിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇനി കത്തിലേക്ക്. ശ്രീമാൻ ഡോക്ടർ ശർമാജി, എൻ്റെ പേര് അരുണിമ, കൊച്ചിയിൽ നിന്ന് എഴുതുന്നു. 3 വർഷമായി ഞാൻ ഒരാളുമായി സ്നേഹത്തിലായിരുന്നു. വിവാഹം തീരുമാനിച്ചതുമാണ്. വീട്ടുകാരും സമ്മതിച്ചു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. വേറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായി അറിയുന്നു. എനിക്ക് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും വയ്യ. ഈ വിവാഹം തന്നെ നടക്കാൻ എന്താണ് മാർഗം? ഗ്രഹനില ചേർത്തിട്ടുണ്ട്. അരുണിമയുടെ വിവാഹവും തീരുമാനിച്ചു സ്നേഹിച്ചിരുന്ന ആൾ ഇപ്പോൾ അടുക്കുന്നില്ല. മൗനമാണ്, മന്ദതയാണ്, വിരഹമാണ്. പുണർത നക്ഷത്രമാണ് അരുണിമയുടേത്. വിശാഖം നക്ഷത്രമാണ് അരുണിമ സ്നേഹിച്ചു എന്ന് പറയുന്ന ആളിൻ്റെ നക്ഷത്രം ഇതിൽ തന്നിരിക്കുന്നത്. പുണർതം നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ടതും വിശാഖം നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ടതുമാണ്. അതായത് പുരാതനമായിട്ട് തന്നെ നാം കേട്ടുകേൾവിയുണ്ട്, ദേവാസുര യുദ്ധം. ദേവനും അസുരനും തമ്മിൽ എപ്പോഴും യുദ്ധമായിരിക്കും, വഴക്കായിരിക്കും. ആരടാ വലിയവൻ എന്നുള്ള ഒരു ഭാവം ദേവനുണ്ടാവും. എനിക്കാണ് വിദ്യാഭ്യാസം, എനിക്കാണ് സൗന്ദര്യം, എൻ്റെ കുടുംബമാണ് നല്ലത് എന്നുള്ള ഒരു തോന്നൽ. അതല്ല, എനിക്കും തുല്യ വിദ്യാഭ്യാസമുണ്ട്, പഠിത്തമുണ്ട്, ഉദ്യോഗമുണ്ട്, എൻ്റെ കുടുംബവും ഒട്ടും മോശമല്ല, ഞാനാണ് കുടുംബം ഭരിക്കുന്നത്, നീയല്ല. അല്ലെങ്കിൽ നമുക്ക് തുല്യമായിട്ടുള്ള അർഹതയാണ്. എപ്പോഴും ഏത് സമയവും ദേവനും അസുരനും തമ്മിൽ ബഹളമായിരിക്കും. ഇതിനിടയ്ക്ക് കയറി ആരെങ്കിലും നിന്നാൽ, മധ്യസ്ഥന്മാർ നിന്നാൽ, അവർ തൽക്കാലം നിന്ന് കഴിഞ്ഞാലും അവസാനം അവർ ചീത്തയാവും. വീണ്ടും ദേവനും അസുരനും തങ്ങൾ ഒന്നിക്കുകയും ചെയ്യും. പല ബഹളക്കാരുടെ ഇടയ്ക്ക് മധ്യസ്ഥൻ വഹിക്കാൻ പോകുന്നവരായിരിക്കും ചീത്തപ്പേര് കേൾക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇത് സർവ്വസാധാരണമായിട്ട് ദേവാസുരന്മാർ തങ്ങളിൽ ഇടവിട്ട് കലഹം, വീണ്ടും യോജിപ്പ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ഷഷ്ടാഷ്ടമ അല്ലെങ്കിൽ അഷ്ടമഷഷ്ട ദോഷം എന്ന് പറയുന്ന പുണർതം നക്ഷത്രം മിഥുന രാശിയും വിശാഖം നക്ഷത്രം വൃശ്ചിക രാശിയും ഇവർ തമ്മിലാണ് അരുണിമയും കാമുകനുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും പിന്നീടത് വഷളായി എന്ന് പറയുന്നത്. സ്ത്രീ ജനിച്ച രാശിയുടെ അല്ലെങ്കിൽ കാമുകിയുടെ അല്ലെങ്കിൽ ഏത് സ്ത്രീയാണോ അവരുടെ 8ാമത്തെ രാശിയിൽ ഭർത്താവിൻ്റെ അല്ലെ സ്നേഹിതൻ്റെ അല്ലെ കാമുകൻ്റെ അല്ലെ വിവാഹം കഴിക്കാൻ പോകുന്നയാളിൻ്റെ നക്ഷത്രം 8ാം രാശിയിൽ വന്നാൽ, അതായത് മിഥുന രാശിയിൽപ്പെട്ട സ്ത്രീക്ക് മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 6ാം രാശിയിൽപ്പെട്ട പുരുഷനും 6ാം രാശിയിൽപ്പെട്ട പുരുഷന് 8ാം രാശിയിൽപ്പെട്ട സ്ത്രീയും ഇവ മറിച്ചും തിരിച്ചും വന്നാലും അഷ്ടമഷഷ്ടം എന്നും പറയും. 8ാം രാശിയിൽ സ്ത്രീ ജനിച്ച രാശിയുടെ 8ാം രാശിയിൽ പുരുഷനും പുരുഷൻ ജനിച്ച രാശിയുടെ 6ാം രാശിയിൽ സ്ത്രീയും വന്നാൽ ഇവർ പരസ്പരം കമിതാക്കളാണെങ്കിലും ദമ്പതികളാണെങ്കിലും സ്നേഹപരിചയങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും അവരുടെ ആ സ്നേഹബന്ധം 6ാം വർഷം മുതൽ ഷഷ്ടാഷ്ടമം, ഷഷ്ടം എന്ന് പറഞ്ഞാൽ 6ാമത്തത്, അഷ്ടമം എന്ന് പറഞ്ഞാൽ 8, 6ാം വർഷം മുതലോ 8ാം വർഷം മുതലോ ബഹുഭൂരിപക്ഷവും 6ാം വർഷം മുതലാണ് കണ്ടുവരുന്നത്. അതായത് പ്രത്യേകിച്ച് പുണർതം, വിശാഖം, പൂരിട്ടാതി അനുജന്മ നക്ഷത്രമാണ്. അതിൽ പുണർതവും വിശാഖവും ദേവാസുര നക്ഷത്രങ്ങളും ആയതുകൊണ്ടും അഷ്ടമഷഷ്ട ദോഷമായതുകൊണ്ടും ഇത്തരം രാശിക്കാർ കല്യാണം കഴിച്ചാൽ 6ാം വർഷം മുതൽ കലഹമോ വിരഹമോ വേർപാടോ സൗന്ദര്യപ്പിണക്കമോ കച്ചേരി കോടതി കയറുകയോ തമ്മിൽ അകന്ന് ജീവിക്കുകയോ വഴക്കുണ്ടായി ജീവിക്കുകയോ അടിപിടി ബഹളമായി ജീവിക്കുകയോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും മഹാരോഗങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യും. ഇവിടെ അരുണമ്മ സ്നേഹത്തിലായിരുന്നു 3 വർഷമായിട്ട്. അപ്പോൾ 3ാം വർഷം മുതൽ തന്നെ കലഹം തുടങ്ങി എന്നാണ് കാണുന്നത്. ഒരു കൂട്ടു ബിസിനസ്സുകാരാണ് ചെയ്യുന്നതെങ്കിൽ, ഇനി കാമുകന്മാരോ അല്ലെങ്കിൽ ഭാര്യാഭർത്താവോ അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളല്ല, ഒരു ബിസിനസ്സുകാരാണ് പുണർന്ന നക്ഷത്രവും
വിശാഖ നക്ഷത്രവുമായിട്ട് രണ്ടുപേരും ബിസിനസ്സാണ് ചെയ്യുന്നത്, കൂട്ട് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഇവരും ഒരു 5-ാമത്തെ വർഷം 6-ാമത്തെ വർഷം മുതൽ തമ്മിൽ മത്സരമാകും, വേറെ കടയിലും പിരിയും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും, പോലീസ് കേസ് കൊടുക്കും, ശത്രുക്കളായിട്ട് തിരിയും. ഇത് വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു പോയവർക്ക് അത് പിന്തിരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഐകമത്യം, ഉമാമഹേശ്വരം എന്നിത്യാദി ക്രിയാദികൾ ചെയ്ത് അതിൻ്റെ കാഠിന്യങ്ങൾ കുറയ്ക്കുകയും പുഷ്യരാഗം അതുപോലെ തന്നെ ചന്ദ്രകാന്തം എന്നീ രത്നങ്ങൾ ധരിക്കുന്നതും ഒരു 100% അതായത് 10% കാഠിന്യം കുറയ്ക്കാൻ ഇടയാകും. ഐകമത്യം, ഉമാമഹേശ്വരം എന്ന് പറയുന്ന പ്രതിവിധി കർമ്മങ്ങൾ ഒരു 25% വരെ കാഠിന്യങ്ങൾ മാറ്റാൻ സാധിക്കും. ബാക്കി തിങ്കളാഴ്ച ഒരിക്കലുകളോ വ്രതാനുഷ്ഠാനങ്ങളോ അതുപോലെയുള്ള പ്രാർത്ഥനാകർമ്മങ്ങളോ മുഴുകിപ്പോവുകയും ഇതിനേക്കാളുപരി ഈ 2 നക്ഷത്രങ്ങളാണ് ദേവനോത്സവനുമാണ് ഷഷ്ടാഷ്ടമവും അഷ്ടമഷഷ്ടവുമായിട്ടുള്ള പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ ദോഷമുള്ള രാശികളാണ് എന്ന് കരുതി സ്വയം ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം